പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിനെതിരെ അമ്മ മല്ലിക സുകുമാരൻ. അമ്മ മല്ലിക സുകുമാരന്റെ ഓരോ വാക്കുകളും മലയാളികൾ വായിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മോഹൻലാൽ അടക്കം എല്ലാവർക്കും കൂട്ട ഉത്തരവാദിത്തമുണ്ട് എന്ന നിലപാടിൽ അത് ഏറ്റെടുക്കുകയും മറ്റും ചെയ്തുകൊണ്ട് മല്ലിക സുകുമാരന്റെ പ്രസക്തി, പോസ്റ്റിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും പൃഥ്വിരാജ് ചതിച്ചതാണ് എന്ന് ചില ആൾക്കാർ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ RSSലെയും സംഘപരിവാറിലെയും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അത് വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ, അവരുടെ രാഷ്ട്രീയത്തെ കടന്നാക്രമിക്കുന്നതിൽ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെട്ട് ലാലേട്ടൻ ഒരു ഖേദപ്രകടനമാണ് നടത്തിയത്. മാപ്പപേക്ഷയല്ല, ഖേദപ്രകടനമാണ്. അമ്മ മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഒരു അമ്മയുടെ വാക്കുകളാണ്. അതിനെ ബഹുമാനത്തോടെ നമ്മൾ കാണണം. അമ്മ മല്ലിക സുകുമാരൻ പറയുന്നു, എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ചിത്രത്തിന്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ എമ്പുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്നറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട്. ഒരമ്മയുടെ വാക്കുകളാണ്, ബഹുമാനത്തോടെ കേൾക്കുക. ഇതൊരു അമ്മയുടെ വേദനയാണ്. അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ്. കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം. എൻ്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല, ഒരു പടവുമായി ബന്ധപ്പെട്ട് ആരെയും ചതിച്ചിട്ടില്ല, ഇനിയും ചതിക്കുകയുമില്ല. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് മോഹൻലാലും പറയുന്ന പോയിന്റാണ്. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുത്ത ഘട്ടങ്ങളിലെ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങുമ്പോൾ അതിന് പൃഥ്വിരാജ് മാത്രം എങ്ങനെ ഉത്തരവാദിയാകും? മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിച്ചപ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു. പൃഥ്വിരാജ്, അതായത് ഞാൻ തിരക്കിലാണ് അമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിൽ ഇല്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല. സത്യം, അതാണ് കറക്റ്റ്. പിന്നീട് എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് അവർ കരുതുന്നുണ്ടാകും. അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ. മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത്. പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസിന്റെ ദിവസമായിരുന്നു. പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂവിൽ മോഹൻലാൽ കണ്ടില്ലെന്ന നുണ പ്രചരിപ്പിക്കുന്നത്? പൃഥ്വിരാജിനെ ബലിയാടാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണയൊന്നും ആർക്കും വേണ്ട. അവന്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെ അല്ല, ദൈവത്തെയാണ് ഭയം. ഈശ്വരൻ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ആണ് ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. ഒരു അമ്മയുടെ മനസ്സാണ്. അടുത്തത് മേജർ രവി സാറ് നല്ല മനുഷ്യനാണ്. മേജർ രവി സാറ് വളരെ പോസിറ്റീവാണ്. ഈ വിഷയത്തിൽ മേജർ രവി സാറെ ആ മോഹൻലാൽ സാറിനെതിരെയുള്ള ആക്രമണം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ എഴുതുന്നു, അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത്. മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു? പൃഥ്വിരാജ് ചതിച്ചു എന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല. പിന്നീട് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. അത് എൻ്റെ മകൻ എന്ത് പിഴച്ചു? മേജർ രവി സാർ ഒരു പട്ടാളക്കാരനല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഗ്രൂപ്പുകളിൽ ഈ ലെഫ്റ്റനന്റ് കേണൽ അടക്കമുള്ള സാധനങ്ങൾ വന്നപ്പോൾ മോഹൻലാൽ സാറിനെ ഗാർഡ് ചെയ്യണമെന്ന് തോന്നിക്കാണും. ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകളാണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകരെന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ മറക്കുന്നില്ല. പാർട്ടിയോ ജാതിയോ മതചിന്തയോ അടിസ്ഥാനത്തിലല്ല,
മനുഷ്യനെ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുത്താണ് ഞാനും സുഖേട്ടനും സുവാന സാറും മക്കളെ വളർത്തിയത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചിലരാണ് കുറെ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട്. എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാൻ ഒരതിമോഹവുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നെങ്കിൽ അവരോടാണ് ഈ കാര്യം പറയുന്നത്. പൃഥ്വിരാജ് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് അവരുടെ അച്ഛൻ മരിച്ചത്, സുകുമാരൻ സാർ മരിക്കുന്നത്. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്തു തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല. BJPയിലും കോൺഗ്രസിലും CPM-ലും ഉള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് നല്ല അടുപ്പമുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം. പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരോ അല്ല. വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ ഒരു തുള്ളി കണ്ണീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരന് മുമ്പിൽ മാപ്പ് പറയേണ്ടി വരും. ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തു എന്ന് ആരും പറയാൻ പാടില്ല. 70 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മയെന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി മാധ്യമപ്രവർത്തകരോട് 2 വാക്ക്. പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിൽ മാറ്റം വരുത്തരുത് എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക പറയുന്നത് കേട്ടു. സെൻസറിങ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ. പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാവണം എന്നാണ് ചട്ടം. ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടെ? അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധിയാണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരിക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു. ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമപ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവരല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബാംഗങ്ങളെ, പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല. സത്യമേവ ജയതേ. ഇതൊരു അമ്മയുടെ വേദനയും വിഷമവുമാണ്. അത് മനസ്സിലാക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. ആ ബഹുമാനവും ആദരവും കൊടുക്കട്ടെ. പൃഥ്വിരാജിനെ വ്യക്തിപരമായി ആക്രമിക്കരുത്. പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ നിലപാടിനെ ആക്രമിക്കും, ലാലേട്ടന്റെ നിലപാടിനെ ആക്രമിക്കും. വ്യക്തികളെ അധിക്ഷേപിക്കുക, മല്ലിക സുകുമാരനെ മോശം പറയുക, അവരുടെ കല്യാണത്തെ മോശം പറയുക, കുട്ടികളെ മോശം പറയുക, ഇതൊന്നും ആർക്കും ചേർന്നതല്ല. നമ്മൾ വ്യക്തിയെ അല്ല, നിലപാടിനെയാണ് ആക്രമിക്കേണ്ടത്. ആ മര്യാദ നമ്മൾ കാണിക്കണം, അല്ലെങ്കിൽ എതിർക്കേണ്ടത്. ആ നിലപാടിനെ എതിർക്കുന്നതിൽ യാതൊരു മയവും വേണ്ട, ശക്തമായി എതിർക്കാം. പക്ഷേ ചില മാന്യതകളും മര്യാദകളും എല്ലാവരും കാണിക്കണം. അത് 70 വയസ്സ് കഴിഞ്ഞ അമ്മ മല്ലിക സുകുമാരൻ പറയുമ്പോൾ കേൾക്കാനുള്ള ഒരു മാന്യത നമ്മൾ ഏവരും കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.